ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി സ്പാനിഷ് ചിത്രത്തിനെയാണ്. 2011 പുറത്തിറങ്ങിയ ദ സ്കിൻ ഐ ലീവ് ഇൻ എന്ന ചിത്രമാണിത്. എലീന അനായ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നത പ്രദർശനമുണ്ട്. വെര എന്ന കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു അടിപൊളി പ്ലാസ്റ്റിക് സർജറിയുടെ കഥ പറയുന്ന ചിത്രമാണിത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വെര ഒരു അടച്ചിട്ട മുറിയിൽ താമസിക്കുന്നതാണ് കാണിക്കുന്നത്. തൊലിക്ക് സമാനമായ ഒരു വസ്ത്രമാണ് അവൾ ധരിച്ചിരുന്നത്. അവൾ റോബർട്ട് എന്നു പേരുള്ള ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ അവിടെ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി തൻ്റെ ശരീരമെല്ലാം വലിഞ്ഞു മുറുകുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയ റോബർട്ട് കാണുന്നത് ശരീരമെല്ലാം മുറിഞ്ഞ വെരയായിരുന്നു. അങ്ങനെ അവളെ നഗ്നയാക്കിയതിനു ശേഷം റോബർട്ട് അവളെ ലാബിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൾക്ക് അയാൾ മരുന്ന് വയ്ക്കുന്നു. ഈ രംഗത്തിൽ അവളുടെ പൂർവ്വമൂലയും എല്ലാം തന്നെ കാണുവാൻ സാധിക്കും. അതീവ സുന്ദരിയാണ് വെര. അത് നമുക്ക് ഈ രംഗത്തിൽ നിന്ന് തന്നെ കാണുവാൻ സാധിക്കും. ഈ ചിത്രത്തിൽ വെരയുടെ മാത്രമല്ല ബ്ലാസ് ഒറാസിൻ്റെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. റോബർട്ടിൻ്റെ മകളായ നോർമ ലെഗ്രാൻഡ് എന്ന കഥാപാത്രത്തിനെ ആണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കാടലിട്ട് ഒരു പയ്യൻ ബലമായി പീഡിപ്പിക്കുന്ന ഒരു രംഗമാണിത്. അതിൽ അവളുടെ പിങ്ക് നിപ്പിൾസ് നല്ല രീതിയിൽ തന്നെ കാണുവാൻ പറ്റും. പരിപാടി നടത്തി സുഖം പിടിച്ച അവൻ അവളുടെ നഗ്നമായ മാറിടത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. ഈ രംഗത്തിലും അവളുടെ നിപ്പിൾസ് എടുത്തെറിയുന്നുണ്ട്. വെരയ്ക്ക് വേണ്ട മരുന്നുകൾ കൊടുത്തതിന് ശേഷം റോബർട്ട് ഒരു തരം സിന്തറ്റിക് തൊലി അവളുടെ മേൽ പരീക്ഷിക്കുവാൻ തുടങ്ങി. ആ തൊലി വഴി യാതൊരുവിധ പൊള്ളലുകളും മുറിവുകളും അവൾക്ക് ഏൽക്കില്ലായിരുന്നു. പരീക്ഷണമെല്ലാം കഴിഞ്ഞ് വെരയെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടുത്തെ വേലക്കാരിയോട് പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം റോബർട്ട് ജോലിക്ക് പോകുന്നു. ഈ സമയം ആ ജോലിക്കാരിയുടെ മകനായ സെക്ക അങ്ങോട്ട് വരുന്നു. അവൻ ഒരു വമ്പൻ കളവ് കഴിഞ്ഞായിരുന്നു വരവ്. അവന് വിശക്കുന്നുണ്ടെന്നും ഭക്ഷണം വേണമെന്നും അവൻ അവൻ്റെ അമ്മയായ ആ ജോലിക്കാരിയോട് ആവശ്യപ്പെടുന്നു. ജോലിക്കാരി ഭക്ഷണം എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ CCTVയിലൂടെ വെരയെ കാണുന്നു. അങ്ങനെ അവൻ വെര താമസിക്കുന്ന മുറിയിൽ ചെന്ന് അവളെ ബലാത്സംഗം ചെയ്യുന്നു. ഒരു റേപ്പ് എങ്ങനെയാണോ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ രംഗവും എടുത്തിരിക്കുന്നത്. വെരയുടെ വസ്ത്രമെല്ലാം വലിച്ചു കയറി അവൻ്റെ ലിംഗം പ്രവേശിപ്പിക്കുന്നതെല്ലാം നമുക്ക് ഈ രംഗത്തിൽ കാണുവാൻ സാധിക്കും. വെരയെ മലത്തേക്കെടുത്തിക്കൊണ്ട് അവളുടെ മുല സെക്ക ചപ്പിയെടുക്കുന്നതും നമുക്ക് ഈ രംഗത്തിലൂടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം അവളെ പൊക്കിയെടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുപോയി അവൻ പരിപാടി നടത്തുന്നു. വെരയുടെ വേറൊരു അടിപൊളി ബെഡ്റൂം സീനും ഈ ചിത്രത്തിലുണ്ട്. അതിൽ അവളുടെ പിങ്ക് നിപ്പിൾസ് ചപ്പുന്നത് ഡോക്ടർ റോബർട്ടാണ്. കളിക്കും കഥയ്ക്കും ഈ ചിത്രം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചിത്രം തുടങ്ങിയതിന് ശേഷം അവസാനം വരെ പിടിച്ചെടുത്തുവാനുള്ള ഒരു ഗംഭീര ട്വിസ്റ്റ് ഈ ചിത്രത്തിനുണ്ട്. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായും ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ബെൽജിയൻ ചിത്രത്തിനെയാണ്. 2015 പുറത്തിറങ്ങിയ ലവ് എന്ന ചിത്രമാണിത്. അയാമെ ബുൾഗോ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. എലക്ട്ര എന്നൊരു കഥാപാത്രത്തിനെ ആണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു അടിപൊളി കിണ്ണം കാച്ചിയ നടിയാണ് അയോമി. അവളുടെ രോമാവൃതമായ പൂർവ്വമൂലയും തന്നെയാണ് ഈ ചിത്രത്തിനെ വേറെ ലെവലാക്കുന്നത്. അവളുടെ ഒരു ത്രീസം രംഗവും ഈ ചിത്രത്തിലുണ്ട്. പാരീസിൽ ജീവിക്കുന്ന മോർഫി എന്നു പേരുള്ള ഒരു അമേരിക്കക്കാരൻ വിവാഹിതനാണ്.
ഓമി എന്നാണ് അയാളുടെ ഭാര്യയുടെ പേര്. അങ്ങനെയിരിക്കെ അയാളുടെ വീടിനടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി താമസിക്കുവാൻ വരുന്നു. എലക്ട്ര എന്നാണ് അവളുടെ പേര്. ഒരു മ്യൂസിയത്തിലെ ആർട്ട് എക്സിബിഷനിലാണ് അവൾ ജോലി ചെയ്യുന്നത്. കാണുവാൻ തന്നെ ഒരു കിണ്ണങ്കാച്ചി ഐറ്റം തന്നെയായിരുന്നു അവൾ. അവളെ കണ്ട് മൂടിക്കേറിയ മെർഫി തൻ്റെ ഭാര്യയോടൊത്ത് കിടപ്പറ പങ്കിടുവാൻ അവളെ ക്ഷണിക്കുന്നു. വിശാല മനസ്കയായ അവൾ ആ ക്ഷണം സ്വീകരിക്കുന്നു. ത്രീസം കളിക്ക് വളരെയധികം പേര് കേട്ട ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിൽ അവരുടെ മാത്രമല്ല നിരവധി ത്രീസം കളികൾ ഉണ്ട്. എലക്ട്ര മർഫിയുടെ വായിലെടുക്കുന്നതെല്ലാം യാതൊരു മറയുമില്ലാതെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഈ സമയം മർഫി അവളുടെ രോമാവൃതമായ പൂവിൽ വിരലിടുകയായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 2005 പുറത്തിറങ്ങിയ മെലീസ പി എന്ന ചിത്രമാണിത്. മരിയ വാൽവരാടെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അവളുടെ ഒരു ചിത്രം കൂടി കണ്ടിരുന്നു. മാഡ്രിഡ് 1987 എന്ന ചിത്രമായിരുന്നു അത്. സുന്ദരിയായ ഒരു പെൺകുട്ടി നഗ്നയായി ഒരു വൃദ്ധനോടൊപ്പം ഒരു കുളിമുറിയിൽ അകപ്പെട്ടു പോകുന്ന കഥ പറയുന്ന ഒരു ചിത്രമായിരുന്നു അത്. ആ ചിത്രത്തിൽ അവളുടെ മുലയും ശരീരവുമെല്ലാം നല്ല രീതിയിൽ കാണാമായിരുന്നു. മെലീസ പി എന്ന ഈ ചിത്രത്തിൽ കാമുകൻ തേച്ചിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി മെലീസ പിയെ അവതരിപ്പിക്കുന്നത് മാരിയ വാൽവരാടെ തന്നെയാണ്. തൻ്റെ കാമുകൻ അവളെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവൾ പല ആണുങ്ങളുമായി കിടക്ക പങ്കിടുന്നു. അതുവഴി അവൾ ആ നഗരത്തിലെ ആസ്ഥാന വെടിയായി മാറുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. മെലീസ തൻ്റെ അമ്മയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. മെലീസയുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയിരുന്നു. സിസിലി എന്ന നഗരത്തിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. അവളുടെ അമ്മുമ്മയാണെങ്കിൽ ഒരു ആസ്ഥാന വലിക്കാരിയായിരുന്നു. ചിലപ്പോഴൊക്കെ അവളുടെ അമ്മുമ്മ മാത്രമേ അവളെ മനസ്സിലാക്കിയിരുന്നുള്ളൂ എന്ന് അവൾക്ക് തോന്നുമായിരുന്നു. ഒരു ദിവസം മെലീസ തൻ്റെ കൂട്ടുകാരിയോടൊത്ത് ഒരു പാർട്ടിയിൽ പോകുന്നു. അവിടെ വെച്ച് അവൾ ഡാനിയൽ എന്നു പേരുള്ള ഒരു പയ്യനെ കാണുന്നു. കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടത്തിലായ അവർ ആ പാർട്ടിയിൽ വെച്ച് തന്നെ പരിപാടികൾ നടത്തുന്നു. ഒരു ടോയ്ലറ്റിൽ വെച്ചായിരുന്നു അവരുടെ കളി. ആ രംഗത്തിൽ മെലീസയുടെ മുളയെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അവളെ ഫ്ലോറിൽ മലത്തിൽ കിടത്തിക്കൊണ്ട് അവൻ അവളെ അടിച്ചു കയറ്റുന്നു. മെലീസയുടെ ആദ്യത്തെ കളിയായിരുന്നു അത്. അതിൽ നിന്നും കിട്ടിയ രതിസുഖം അവളെ സ്വർഗത്തിലെത്തിച്ചു. ആദ്യത്തെ കളി ആയതുകൊണ്ട് തന്നെ മെലീസയ്ക്ക് അവനെ മറക്കുവാനായില്ല. ഒരു ഫോഴ്സ്ഡ് കളി പോലെയാണ് അവർ ആ രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിറ്റേ ദിവസം സ്കൂളിൽ വെച്ച് മെലീസ വീണ്ടും ഡാനിയലെ കാണുവാനിടയാകുന്നു. എന്നാൽ ഡാനിയലാകട്ടെ അവളെ കണ്ട പാപം പോലും നടിച്ചില്ല. മെലീസയ്ക്ക് അവനോട് പ്രണയമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. തൻ്റെ പരിപാടികൾ നടക്കുവാൻ വേണ്ടി അവളെ ഉപയോഗിക്കാൻ വേണ്ടി ഡാനിയൽ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ അവളുമായി പല കളികളും നടത്തുന്നു. പിന്നീടാണ് മെലീസയ്ക്ക് മനസ്സിലാകുന്നത് താൻ ചതിക്കപ്പെടുകയാണെന്ന്. അതിന് പ്രതികാരമെന്ന പോലെ അവൾ പല ആണുങ്ങൾക്കും കളി കൊടുക്കുന്നു. അങ്ങനെ അവൾക്ക് കിട്ടാത്ത പല സുഖങ്ങളും അവൾക്ക് അതിൽ നിന്നും കിട്ടുന്നു. തൻ്റെ കളികളെപ്പറ്റി അവൾ ഒരു ഡയറി തന്നെ എഴുതുന്നുണ്ടായിരുന്നു. എന്നാൽ മെലീസയുടെ ഈ മരണക്കളികൾ അവളെ പല വഴിയിലേക്കും നയിക്കുന്നു. ബാർടബിൽ കിടന്നുകൊണ്ട് അവൾ സ്വയംഭോഗം ചെയ്യുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. ആ രംഗത്തിൽ അവൾ അവളുടെ മുലയെ പിടിച്ചു വലിക്കുന്നു. പൂറിൽ വെള്ളം അടിച്ചു കയറ്റി മൂടിക്കയറി അവൾ നിലവിളിക്കുന്നതും നമുക്ക് ആ രംഗത്തിലൂടെ കാണുവാൻ സാധിക്കും. എല്ലാം യാതൊരു മറയുമില്ലാതെ തന്നെ പൂർണ്ണ നഗ്നതയോടെ ആണ് അവർ എടുത്തിരിക്കുന്നത്. മെലീസയെ അവളുടെ അമ്മുമ്മ കുളിപ്പിക്കുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അതിൽ അവളുടെ കൊച്ചുമുല എടുത്ത് കാണാവുന്നതാണ്. മെലീസ പെനലോറയുടെ 100 സ്ട്രോക്സ് ഓഫ് ബ്രഷ് ബിഫോർ ബെഡ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് അവർ ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ ഷൂട്ടിങ്ങിൽ മാരിയ വാൽവരാഡയ്ക്ക് 17 വയസ്സായിരുന്നു പ്രായം. അതുകൊണ്ട് ചിത്രത്തിൽ അവൾ നഗ്നത പ്രദർശിപ്പിക്കുവാനും ഷൂട്ട് ചെയ്യാനും അവർക്ക് 18 വയസ്സ് ആകുന്നവരെ അവർ കാത്തിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 1996 പുറത്തിറങ്ങിയ ദ അപ്പാർട്ട്മെൻറ്റ് എന്ന ചിത്രമാണിത്.
മോണിക്ക ബെല്ലുക്കി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ലിസ എന്ന കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മോണിക്ക ബെല്ലുക്കിനെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. മലീന എന്ന ചിത്രത്തിൽ അഭിനയിച്ച് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ അവൾ ആർജിച്ചിരുന്നു. മലീനയിൽ മാത്രമല്ല, ഇറവേഴ്സിബിൾ എന്ന ചിത്രത്തിലും അവൾ ഒരു അടിപൊളി ദൃശ്യവിരുന്ന് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാക്സ് എന്നു പേരുള്ള ഒരു കാട്ടുകോഴിയായ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. പാരീസിൽ ആയിരുന്നു അവൻ താമസിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ താൻ കെട്ടാൻ പോകുന്ന പെണ്ണുമായി ടോക്കിയോയിലോട്ട് ട്രിപ്പ് പോകുവാൻ മാക്സ് തീരുമാനിക്കുന്നു. ട്രിപ്പ് പോകുവാനായി വീട്ടിൽ നിന്നിറങ്ങിയ മാക്സ് ലിസയെ കാണുവാനിടയാകുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മാക്സ് ഒരു കാട്ടുകോഴിയാണെന്ന്. മാക്സ് താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ മറന്ന് ലിസയുടെ പുറകെ വെച്ച് പിടിക്കുന്നു. കാണാൻ സുന്ദരിയും അതീവ ശാരീരിക അഴകുമുള്ള ഒരു പെണ്ണായിരുന്നു ലിസ. ലിസയുടെ ഒരു അടിപൊളി ബെഡ്റൂം സീനൊക്കെ ഈ ചിത്രത്തിലുണ്ട്. അങ്ങനെ മാക്സ് ലിസ താമസിക്കുന്ന വീട്ട് കണ്ടെത്തുന്നു. ലിസയുടെ നഗ്നത കണ്ട് ആസ്വദിക്കുവാനായി മാക്സ് ആരും കാണാതെ അവളുടെ വീട്ടിൽ കയറി മറിഞ്ഞിരിക്കുന്നു. ഈ സമയം ലിസയോട് സാദൃശ്യമുള്ള ആലീസ് അങ്ങോട്ട് കടന്നു വരുന്നു. ലിസ ആണെന്ന് തെറ്റിദ്ധരിച്ച് വേഷം മാറുന്ന ആലീസുമായി അവൻ പരിപാടി നടത്തുന്നു. മൂടിക്കേറിയ ആലീസ് അവൾ നടത്തുന്ന പരിപാടിക്ക് വഴങ്ങിക്കൊടുക്കുന്നു. ആലീസിൻ്റെ പൂറും മുലയും എല്ലാം തന്നെ നമുക്ക് ഈ രംഗത്തിലൂടെ കാണുവാൻ സാധിക്കും. നല്ലൊരു അടിപൊളി റോസ് നിപ്പിൾസാണ് അവൾക്കുള്ളത്. ആള് മാറിയെന്ന് മനസ്സിലാക്കിയ മാക്സ് കളിസുഖം കൊണ്ട് വീണ്ടും ആലീസുമായി അടുത്തു പോകുന്നു. അങ്ങനെ അവർ തമ്മിൽ പലയിടത്തുമായി ബന്ധപ്പെടുന്നു. ആലീസിൻ്റെ പോലെ തന്നെ ലിസയുടെയും അടിപൊളി കളികൾ ഈ ചിത്രം കാണിക്കുന്നുണ്ട്. ലിസയുടെ വീട്ടിൽ വരുന്ന മാക്സിനെ കെട്ടിപ്പിടിച്ച് വയ്ക്കുന്നതിന് ശേഷം ബെഡ്റൂമിൽ കൊണ്ടുപോയി പരിപാടി നടത്തുന്ന ഒരു രംഗവും ഈ ചിത്രത്തിൽ ഉണ്ട്. ബെഡ്റൂം കളി കഴിഞ്ഞ് ലിസ മാക്സുമായി ഒരു അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന് ഒരു അടിപൊളി റൊമാൻറ്റിക് ത്രില്ലർ കാരിയർ ചേർക്കാവുന്ന ഒരു ചിത്രമാണ്. മാത്രമല്ല, നിരവധി ട്വിസ്റ്റുകൾ ഉള്ളതുകൊണ്ടും ഇറോറ്റിക് കണ്ടന്റ് ഉള്ളതുകൊണ്ടും ഈ ചിത്രം കാണുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലും നിരാശനാകേണ്ടി വരികയില്ല. വില്യം ഷേക്സ്പിയറിൻ്റെ എ മിഡ് സമ്മേഴ്സ് ഡ്രീം എന്ന നാടകത്തിന് ആസ്പദമാക്കിയാണ് അവർ ഈ ചിത്രം എടുത്തിരിക്കുന്നത്. മോണിക്ക ബെല്ലുക്കിയുടെ തന്നെ ആസ് യു വാണ്ട് മീ എന്ന ചിത്രവും ദ അപ്പാർട്ട്മെൻറ്റ് എന്ന ഈ ചിത്രവും ഒന്നിച്ചാണ് റിലീസ് ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ബെൽജിയൻ ചിത്രത്തിനെയാണ്. 1996 പുറത്തിറങ്ങിയ ക്ലോയ് എന്ന ചിത്രമാണിത്. മാരിയൻ കൊട്ടിലാട്ട് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു ഹോട്ട് ആൻഡ് ക്യൂട്ട് നടിയാണ് മാരിയോൺ. അവളാണ് ക്ലോയ് എന്ന ഈ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. മാതാവുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് മറങ്ങുന്ന ക്ലോയ് എത്തിപ്പെടുന്നത് ജീൻ എന്നു പേരുള്ള ആസ്ഥാന വെടിയുടെ മുന്നിലാണ്. അങ്ങനെ പുലിമടയിലെത്തിയ ക്ലോയ് ജീനിൻ്റെ ശിക്ഷണത്തിലൂടെ നഗരത്തിലെ ആസ്ഥാന വെടിയായി മാറുന്നു. അവൾക്ക് കിട്ടാത്ത നിരവധി സുഖങ്ങൾ ഓരോ കളിയിലൂടെയും അവൾക്ക് ലഭിക്കുന്നു. മാരിയൻ കൊട്ടിലാടിൻ്റെ ആദ്യത്തെ ചിത്രമാണിത്. അതവൾ തകർത്ത് തന്നെ അഭിനയിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒത്ത മുലയും ശരീരവുമാണ് അവൾക്കുള്ളത്. മാത്രമല്ല, അവളുടെ രോമാവൃതമായ പൂറും യാതൊരു മറയുമില്ലാതെ തന്നെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. കളിക്ക് വിസന്നിച്ച അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. റെഡ് ബ്രായും ജെട്ടിയും ഇട്ട് നിൽക്കുന്ന അവളുടെ എല്ലാം വലിച്ചൂരിന് ശേഷം പൂർണ്ണ നഗ്നയായി ബെഡിൽ കിടത്തുന്നു. അതിനുശേഷം ബെൽറ്റ് ഉപയോഗിച്ച് അവളുടെ മേൽ അടിക്കുന്നതും കാണിക്കുന്നു. വേദന കൊണ്ട് പൊളയുന്ന ക്ലോയുടെ കുണ്ടിക്ക് ആ കസ്റ്റമർ അടിച്ചിട്ട് പോകുന്നു. രണ്ട് പെണ്ണുങ്ങളുമായുള്ള ഒരു ത്രീസം രംഗത്തിൽ അടിപൊളി മെക്സിക്കൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് അവൾ ഡാൻസ് കളിക്കുന്നു. ആ സമയം മറ്റ് രണ്ടുപേർ അവളുടെ ബ്രായും ജെട്ടിയുമൊക്കെ ഊരി പൂർണ്ണ നഗ്നയാക്കുന്നു. ഇതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവളുടെ കസ്റ്റമർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ രംഗത്തിൽ അവളുടെ പൂർണ്ണ രോമം നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. ഒരു ബെഡ്റൂം രംഗത്തിൽ പൂർണ്ണ നഗ്നയായി അവളെ മലത്തി കിടത്തി അടിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ അവളുടെ മുല നന്നായി കുലുങ്ങുന്നുണ്ടായിരുന്നു. മല പോലിരിക്കുന്ന മുലയും റോസ് നിപ്പിൾസും ആണ് അവൾക്കുള്ളത്. കൂട്ടുകാരിയുമൊത്ത് സിനിമ കാണുവാൻ നേരത്ത് സിനിമാ തിയേറ്ററിൽ ഒരു കപ്പിൾസ് പരിപാടി നടത്തുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അതിലെ പെണ്ണിൻ്റെ മുല നന്നായി ഈ ചിത്രത്തിൽ എടുത്തു കാട്ടുന്നുണ്ട്. കുളിസീൻ രംഗത്തിലും കഥാനായികയുടെ പൂറും മുലയും കാണിക്കുന്നുണ്ട്.
ഒരു ഗാംബ്ലിംഗ് പാർട്ടിയിൽ വെച്ച് കാണികൾക്ക് മുന്നിൽ നഗ്നയായി ഡാൻസ് കളിക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു. ഒരു വൈറ്റ് ബ്രൈൻ ജെട്ടിയുമായിരുന്നു അവളുടെ അപ്പോഴത്തെ വേഷം. അവളുടെ ഡാൻസുകൾ കണ്ടിട്ട് മൂട് കയറിയ ഒരാൾ അവളുടെ മുലയിൽ പിടിച്ച് നന്നായി അമർത്തുന്നതും കാണിക്കുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന 2 പെണ്ണുങ്ങൾ അവളെ നഗ്നയാക്കി പരിപാടി നടത്തുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് കാണികൾ ആർത്തു വിളിക്കുന്നു. മറ്റൊരു സീനിൽ അവളെ വത്സനടിക്കുന്ന കാമുകനെ കാണിക്കുന്നു. പൂർണ്ണ നഗ്നയാക്കി മലർത്തി കിടത്തി കൊണ്ടാണ് അവൻ പരിപാടി നടത്തുന്നത്. ആ രംഗത്തിൽ അവളുടെ പിങ്ക് നിപ്പിൾസ് നന്നായി കാണാവുന്നതാണ്. അവൾ നിരവധി കസ്റ്റമേഴ്സുമായി പരിപാടി നടത്തുന്നത് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അവളുടെ സൗന്ദര്യത്തിൽ ആർത്തി പൂണ്ട ഒരു വയസ്സൻ അവളെ ചുംബിക്കുവാനും അവളുടെ വസ്ത്രങ്ങൾ ഊരി പരിപാടി നടത്തുവാനും ശ്രമിക്കുന്നു. എന്നാൽ പിടിച്ചാലയിൽ വന്നിട്ട് 2-3 ദിവസം ആയതിനാൽ അവൾ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. ഇത് കാണുന്ന ആ പിടിച്ചാലിലെ ഓണർ അവളെ വിവസ്ത്രയാക്കി ബെൽറ്റ് കൊണ്ടടിക്കുന്നു. നഗ്നയാക്കി അടികിട്ടി വേദനിച്ച് കിടക്കുന്ന അവളടുത്തേക്ക് ആ വയസ്സൻ വീണ്ടും വന്ന് പരിപാടി നടത്തുന്നു. അടികിട്ടിയത് കൊണ്ടാവണം ആ വയസ്സൻ്റെ ആഗ്രഹം എല്ലാം അവൾ സാധിച്ചു കൊടുത്തുകൊണ്ട് അവൾ കിടക്കുന്നു. ആർത്തിമൂത്ത ആ വയസ്സൻ അവളെ മനത്തിൽ കിടത്തിക്കൊണ്ട് പരിപാടി നടത്തുന്നു. പരിപാടി നടത്തി അയാൾ പോകുവാൻ നേരം നടിയുടെ വെളുത്ത വിരിഞ്ഞ കുണ്ടി നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു കളിസീൻ കൂടിയുണ്ട് ഈ ചിത്രത്തിൽ. അതൊരു റൊമാൻറ്റിക് സീനാണ്. തൻ്റെ കാമുകനുമായി പരിപാടി നടത്തുന്നതാണ് ആ രംഗം. അവളുടെ ഷർട്ടൂരി മാറിടത്തിൽ അവൻ പിടിച്ചമർത്തുന്നു. അതിനുശേഷം ബെഡ്റൂമിൽ കൊണ്ടുപോയി പൂർണ്ണ നഗ്നാക്കി മലത്തെ കിടത്തിക്കൊണ്ട് അവളെ വത്സനടിക്കുന്നു. ഈ ചിത്രത്തിൽ നിരവധി ഫോഴ്സ്ഡ് രംഗങ്ങളുണ്ട്. ക്ലോയി ആകട്ടെ ഒരു കിണ്ണം കാഴ്ച നടി തന്നെ. ക്ലോയിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. അഹമ്മദ് എന്നായിരുന്നു അവൻ്റെ പേര്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ക്ലോയിയെയും കൂട്ടുകാരികളെയും അഹമ്മദിനെയും കാണിക്കുന്നു. അവർ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ മുൻവശമാണ് നിന്നിരുന്നത്. അഹമ്മദ് അവരുമായി ഒരു പന്തയം വയ്ക്കുന്നു. ആ പന്തയം ജയിക്കുവാണെങ്കിൽ അഹമ്മദ് ചൂസ് ചെയ്യുന്ന പെണ്ണുമായി അവന് പരിപാടി നടത്താം. ആ പന്തയത്തിൽ അഹമ്മദ് തന്നെ ജയിക്കുന്നു. അവൻ ക്ലോയുടെ ഒരു കൂട്ടുകാരെയും പിടിച്ചുകൊണ്ട് അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു ബോഗിയിൽ കൊണ്ടുപോയി പരിപാടി നടത്തുന്നു. ഇത് ക്ലോയെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നു. തൻ്റെ കാമുകൻ തന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. അഹമ്മദ് തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് ക്ലോയി വിചാരിച്ചിരുന്നത്. അതിനുശേഷം ക്ലോയി തൻ്റെ സങ്കടം മാറ്റുവാനായി ഒരു കൂട്ടുകാരിയുമൊത്ത് പടം കാണുവാനായി പോകുന്നു. എന്നാൽ തിയേറ്ററിലാകട്ടെ അവരുടെ സീറ്റിന് പുറകിൽ ഒരു വെടി തൻ്റെ കസ്റ്റമറുമായി പരിപാടി നടത്തുകയായിരുന്നു. ഒരു മനസ്സമാധാനത്തിനാണ് അവൾ അങ്ങോട്ട് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ അവസ്ഥ. പിറ്റേ ദിവസം ക്ലോയി തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തുന്നു. വീട്ടിലെത്തിയ അവളോട് അവൾ എവിടെയായിരുന്നുവെന്ന് അമ്മ തിരക്കുന്നു. താൻ തൻ്റെ കൂട്ടുകാരുടെ വീട്ടിലായിരുന്നുവെന്നും രാത്രിയിൽ പടം കണ്ട് ഇറങ്ങിയപ്പോൾ താമസിച്ചുവെന്നും അതിനാൽ അവിടെയാണ് കിടന്നുറങ്ങിയതെന്നും അമ്മയോട് അവൾ പറയുന്നു. ക്ലോയിക്ക് തൻ്റെ അമ്മയെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അവൾ മിക്കപ്പോഴും അവളുടെ അമ്മയുമായി അടിപിടിക്കുമായിരുന്നു. അന്നും ക്ലോയിക്ക് നല്ല രീതിയിൽ അടി കിട്ടുന്നു. ആ ദേഷ്യത്തിൽ ക്ലോയി വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ച് നാട് വിടുന്നു. ട്രെയിനിൽ വെച്ച് അവൾ അമ്മയ്ക്ക് കത്തെഴുതുന്നു. താൻ ഇനി അങ്ങോട്ട് വരില്ലെന്നും തന്നെ ആരും ഇനി തിരക്കേണ്ടെന്നും അവൾ ആ കത്തിൽ പറയുന്നു. തനിക്ക് ലോകം കാണണമെന്നും ഇവിടെ നിന്നാൽ തനിക്ക് അതിന് സാധിക്കുകയില്ലെന്നും അവൾ ആ കത്തിൽ പറയുന്നു. അവൾ അങ്ങനെ ഒരു നഗരത്തിൽ എത്തിച്ചേരുന്നു. അവൾക്ക് വഴിയിൽ നിന്നും ഒരു പേഴ്സ് ലഭിക്കുന്നു. അന്ന എന്ന പേരുള്ള സ്ത്രീയുടെ ഒരു പേഴ്സായിരുന്നു അത്. അന്നയുടെ അഡ്രസ്സ് ആ പേഴ്സിൽ ഉണ്ടായിരുന്നു. അവൾ ആ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് പേഴ്സ് അന്നയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. അന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉടമയായിരുന്നു. ക്ലോയി തൻ്റെ നാട്ടിൽ നിന്ന് ഓടി വന്നതാണെന്നും അതിനാൽ തനിക്കൊരു ജോലി നൽകണമെന്നും അന്നയോട് പറയുന്നു. എന്നാൽ ക്ലോയിക്ക് പറ്റിയ ജോലി ഇവിടെ ഇല്ലെന്നും താൻ കുറച്ച് പൈസ തരാമെന്നും പറഞ്ഞ് അന്ന അവൾക്ക് കുറച്ച് കാശ് കൊടുക്കുന്നു. എന്നാൽ പണം തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ക്ലോയി അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുന്നു. നഗരത്തിൽ എങ്ങുന്നില്ലാതെ അവൾ ചുറ്റിക്കറങ്ങുന്നു. രാത്രിയിൽ അവൾ വീണ്ടും അന്നയുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് കതക് കുത്തി തുറന്ന് അകത്ത് കയറുന്നു. അന്ന് രാത്രി അവൾ അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം റെസ്റ്റോറൻറ്റിലെത്തിയ ആന ക്ലോയി അവിടെ കിടന്നുറങ്ങുന്നത് കാണുന്നു. ക്ലോയിയോട് അന്ന ചൂടാകുന്നു. അവളോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുവാൻ അന്ന പറയുന്നു. തൻ്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുവാൻ അന്ന തീരുമാനിക്കുന്നു. ട്രെയിനിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോൾ അവൾ അറിഞ്ഞത് നാളെ നാട്ടിലോട്ട് ടിക്കറ്റ് ഉള്ളൂവെന്ന്. പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന അവളുടെ അടുക്കൽ ഒരു അപരിചിതൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു. എന്നാൽ ക്ലോയി അയാളെ മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് ചെക്കേഴ്സ് എത്തുന്നു. അവർ ക്ലോയിയെ അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. വഴിയിൽ വെറുതെ നിൽക്കുന്ന ക്ലോയിയുടെ അടുക്കൽ വീണ്ടും ആ അപരിചിതൻ വരുന്നു. ജീൻ എന്നാണ് അയാളുടെ പേര്. ക്ലോയി
എങ്ങോട്ടാണ് പോകുന്നതെന്ന് അയാൾ തിരക്കുന്നു. അങ്ങനെ അവൾ അയാളുമായി കമ്പനിയാകുന്നു. താൻ ഇവിടെ ജോലി അന്വേഷിച്ചു വന്നതാണെന്നും ഒന്നും കിട്ടാത്തതിന് നാട്ടിലോട്ട് മടങ്ങിപ്പോവുകയാണെന്നും അവൾ അയാളോട് പറയുന്നു. ജീൻ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ ഉടമയാണെന്ന് പറയുന്നു. തനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് അയാളോട് ക്ലോയി കള്ളം പറയുന്നു. അങ്ങനെ തൻ്റെ മ്യൂസിക് ബാൻഡിൽ ചേർക്കാമെന്ന് പറഞ്ഞ് ജീൻ അവളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. ക്ലോയി പ്രായപൂർത്തി ആയെന്നാണ് ജീനോട് അവൾ പറഞ്ഞിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവൾക്ക് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ട്രൂപ്പിൽ ചേരുന്നതിൻ്റെ അഡ്വാൻസായിട്ട് അവൾക്ക് കുറച്ച് പണം ജീൻ കൊടുക്കുന്നു. അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പിറ്റേ ദിവസം അവൾ അവളുടെ അമ്മയെ വിളിച്ചിട്ട് താൻ സുരക്ഷിതയാണെന്നും തനിക്ക് ഇവിടെ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്നും അറിയിക്കുന്നു. ക്ലോയി ആനിൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് രാത്രിയിൽ അവൾ റെസ്റ്റോറൻറ്റിൽ കയറുവാൻ വേണ്ടി താൻ ഒരു ചില്ല് പൊട്ടിച്ചെന്നും അതിൻ്റെ പകരമായി ക്ലോയി അന്നയ്ക്ക് കുറച്ച് പണം നൽകുന്നു. എന്നാൽ തനിക്ക് ഈ പണമൊന്നും വേണ്ടെന്ന് അന്ന പറയുന്നു. തന്നെ ഡാൻസ് പഠിപ്പിക്കാമോ എന്ന് ക്ലോയി അന്നയോട് ചോദിക്കുന്നു. അങ്ങനെ ആന ക്ലോയിയെ ഡാൻസ് പഠിപ്പിക്കുന്നു. അന്ന് രാത്രി വൈകിട്ട് ജീൻ ക്ലോയിയെ ഒരു പാർട്ടിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഗാംബ്ലിങ്ങും പാർട്ടിയുമൊക്കെ ഉള്ള ഒരിടമായിരുന്നു അത്. അവിടെ വെച്ച് ജീൻ ചൂതാടുന്നു. ആ ചൂതാട്ടത്തിൽ ജീൻ തോറ്റുപോകുന്നു. അവസാനം ജീൻ ക്ലോയിയെ തന്നെ വാതുവെക്കുന്നു. എന്നാൽ ക്ലോയി അതിനെ എതിർക്കുന്നു. എന്നാൽ ജീൻ ഒരുവിധനെ അവളെ വെച്ച് ചൂതാടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.